ഇതുപോലൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇത് നല്ല ലേറ്റായിട്ടാണ് എഴുന്നേറ്റേക്കുന്നത്. 11:30 മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ. പിന്നെ വീടാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് മോശമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ ഡാൻസൊക്കെ ടി വിയിൽ വെച്ചിട്ട് ചെയറെല്ലാം വലിച്ച് ഇട്ടേക്കാണ്. പിന്നെ കിച്ചണിലേക്ക് വന്നപ്പോഴോ അവിടുത്തെ അവസ്ഥയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളും എല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറേ നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പണിയൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ സമയം ഏകദേശം 12:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവളുടെ ഓൺലൈൻ ക്ലാസ്സിലിരുത്തിയിട്ട് ഫസ്റ്റ് ഞാൻ കിച്ചണിലേക്ക് കയറി. അപ്പോൾ പാത്രങ്ങളൊക്കെ ഫസ്റ്റ് കഴുകി വെച്ചിട്ട് ബാക്കി ക്ലീനിങ് പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് കുക്കിംഗ് പരിപാടികളൊന്നുമില്ല കേട്ടോ. തലേ ദിവസത്തെ ചോറും കറികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ എല്ലാം പതുക്കെയാണ് ചെയ്യണേ. റെസ്റ്റ് ചെയ്ത് അതായത് ഇപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞാൽ ഇനിയൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത പണി അടിക്കുക തുടക്കുക എന്നൊക്കെ നിൽക്കുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് കഴിച്ചതുകൊണ്ട് ലഞ്ചും ഇനി ലേറ്റായിട്ട് തന്നെ ഉണ്ടോ കഴിക്കണേ. അപ്പോൾ കുറച്ച് ഏകദേശം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നെ ലഞ്ച് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചണൊക്കെ ഏകദേശം ഒന്ന് പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒരു 10 മിനിറ്റൊക്കെ റിലാക്സ് ചെയ്തിട്ട് അടുത്ത പണിക്ക് നിൽക്കും. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അകമെല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ വെച്ച് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഇനി അകം അടിക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ കൊച്ചു മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റൊക്കെ ഉണ്ടായി ഇതുപോലെ തന്നെ കിടക്കുകയുള്ളൂ. പിന്നെയും പഴയപടി തന്നെ ആവും. ഞാൻ സാധാരണ ബെഡ്ഷീറ്റ് വിരിക്കുന്ന സമയത്ത് വന്ന് കുത്തി മറിയലുണ്ട്. ഇന്നിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലിരിക്കണോണ്ടാണ് കേട്ടോ ആളെ കാണാത്തത്. അങ്ങനെ ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ അകം അടിച്ചിട്ട് കേട്ടോ. പിന്നെ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഒരു ദിവസം 3 തവണയൊക്കെ അടിക്കേണ്ടി വരും കേട്ടോ. കാരണം നന്നായിട്ട് കരടും പൊടിയൊക്കെ ഉണ്ടാവും. അവരെ കഴിക്കണ ഫുഡും എല്ലാം കൊണ്ടുവന്നിട്ടിട്ടും അങ്ങനെയൊക്കെ. പിന്നെ അടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശന്നു കേട്ടോ. എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ലഞ്ച് കഴിച്ചിട്ട് ഇനി തുടയ്ക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം തലേ ദിവസത്തെ കുമ്പളങ്ങ അച്ചാറുണ്ടായിരുന്നു. കുമ്പളങ്ങ മോര് കാച്ചൂല തേങ്ങ അരച്ചിട്ട്. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ട് വെച്ച ഇഞ്ചിപ്പുളി ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും മതി ഫുഡ് കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങച്ചാറും പുളിയിഞ്ചിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം കേട്ടോ പിന്നെ തുടയ്ക്കാനായിട്ട് നിന്നത്. അങ്ങനെ തുടയ്ക്കലും നമ്മുടെ ക്ലീനിങ്ങൊക്കെ ഒരുവിധം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ സമയം ഒരു 4:30-5 മണിയായിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് ചായക്ക് രാവിലത്തെ അപ്പം ഉണ്ടായിരുന്നു, മുട്ട റോസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും പ്രഗ്നൻസിയിൽ അങ്ങനെയുള്ള അപ്പോൾ വീണ്ടും പിന്നെ ഞാൻ അപ്പവും മുട്ടക്കറി എടുത്ത് കഴിച്ചു. അങ്ങനെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയിലത്തെ ഡിന്നർ കഴിക്കലും കൂടെ കഴിഞ്ഞിട്ട് അകമൊക്കെ ഒന്നും കൂടെ അടിച്ചിടണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുള്ള വീടുകളാണെങ്കിൽ 2-3 തവണയൊക്കെ ഒരു ദിവസം അടിച്ചിടേണ്ടി വരും എന്ന്. അപ്പോൾ ഡിന്നർ കഴിക്കലും കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അടിച്ചിടയാണ്. അപ്പോൾ ഇവിടെ ഒരാളുടെ ഡാൻസുകൾ ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ. രാവിലെ തുടങ്ങിയ ഡാൻസ് കളിയാണ്. ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നുറങ്ങുക കേട്ടോ. അപ്പോൾ മെഡിസിൻ എടുക്കാനുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് അയൺ ടാബ്ലറ്റ് രാത്രിയിലും പിന്നെ കാൽഷ്യം മോർണിംഗിലും എടുക്കാനുണ്ടല്ലോ. അത് മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ്. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ സ്കിപ്പായിട്ട് പോകലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് കഴിഞ്ഞാൽ വേഗം തന്നെ പിന്നീടത്തേക്ക് വെക്കാതെ അപ്പം തന്നെ വന്നെടുത്ത് കഴിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അയണാണ് ഇപ്പോൾ കഴിച്ചത്. അയൺ ടാബ്ലറ്റും കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇവളെ ഒന്ന് കിടത്തി ഉറക്കിയിട്ട് വേണം എനിക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ.